ഹലോ ഫ്രണ്ട്സ്. ചെസ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇംഗ്ലണ്ടുകാരനുമായിട്ടാണ് കളിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലണ്ടുകാരനെ കൈ കിട്ടുന്നത്. തോക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതിന് തൊട്ട് അവസാനം വരെ കാണുക. തോൽക്കാതിരിക്കാൻ ശ്രമിക്കാം, അല്ലാതെ പിന്നെ ഒന്നും പറയില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ചലഞ്ച് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു ഇതുപോലത്തെ ചലഞ്ച്. ഇനിയും ഇതുപോലത്തെ ചലഞ്ചുകൾ ഒത്തിരി മടിയനെ, ഈ കൂട്ടത്തിലെ മടിയനെ കണ്ടുപിടിക്കുക. ഈ ചെസ് ബോർഡിലെ മടിയനെ കണ്ടുപിടിക്കുക. അതിന് തൊട്ട് അവസാനം വരെ കാണുക. ആ സമയത്ത് ഇതിനകത്തുള്ള മടിയനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഈ 3, 4, 5, 6 ഈ ഒരു റോയിൽ നിന്നാണ് തിരഞ്ഞെടുക്കേണ്ടത് മടിയനെ. പക്ഷേ ഇതിപ്പം ഫുൾ ബോർഡ് തന്നിരിക്കുകയാണ്. ഈ ഫുൾ ബോർഡിൽ ഒരു മടിയനുണ്ട്. ഒരേ ഒരു നീക്കം മാത്രം നീക്കി അവിടെ നിൽക്കും, പിന്നെ അനക്കവും ഇല്ല. ആ മടിയൻ ഏതെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ തൊട്ട് അവസാനം വരെ കാണുക. ആ മടിയൻ ഏതെന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരുടെ കമൻറ്റ് കണ്ട് കോപ്പി അടിക്കാൻ നിൽക്കേണ്ട. ഒരാളായിരിക്കാം, രണ്ടാളായിരിക്കാം, 3, 4, 5 ആരുമായിരിക്കാം. ഈ കൂട്ടത്തിലെ മടിയൻ ഒരേ ഒരു സ്റ്റെപ്പ് വെക്കുക, പിന്നെ അനങ്ങുന്നില്ല. അതിന് തൊട്ട് അവസാനം വരെ, കളി തീരുന്നത് വരെ അനങ്ങാതെ നിൽക്കുന്ന ആ ഒരേ ഒരു കരു, അല്ലെങ്കിൽ 2 കരു ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഈ പോണിനെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഈ വലിയ ആൾക്കാരാണ് നമ്മുടെ റൂക്ക്, നൈറ്റ്, ദെൻ ബിഷപ്പ്, ക്യൂന്, ഇങ്ങനെയുള്ള ടീംസ് തന്നെയാണ് നമ്മൾ നോക്കുന്നത്. സാഹചര്യമുണ്ട്, അനങ്ങാതെ നിൽക്കാൻ സാഹചര്യമുണ്ട്. കാരണം മൂലയിലോ അങ്ങനെയൊക്കെ ഉള്ളവർ ചുമ്മാ അനങ്ങാതൊക്കെ നിൽക്കും. എന്ത് ചെയ്യും, അത്ര ടൈ ആയാലേ എല്ലാ കരുക്കൾക്കും നമ്മൾ ഇല്ലാതാക്കും. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക, കണ്ടുപിടിക്കുക. അപ്പം ഇതിലേക്ക് കിടക്കാം. അവർ D4, ഈ F4 കളിച്ചു, E6 കളിച്ചു, ഞാൻ D4 കളിച്ചു, ദെൻ നൈറ്റ് C6. അപ്പോൾ ഏകദേശം 2 നൈറ്റും ഒരു വട്ടം അനങ്ങിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അതിന് തൊട്ട് അവസാനം വരെ കാണുക. 2 നൈറ്റും ഓരോ തവണ വീതം അനങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോരോ കരുക്കളെ അനക്കി എടുക്കാം. എന്നിട്ട് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അനങ്ങാതിരിക്കുന്നവരാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ ചലഞ്ചുകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഗെയിമിലേക്ക് കിടക്കുകയാണെങ്കിൽ വൈറ്റ് സൈഡ് ഇംഗ്ലണ്ടുകാരനും ബ്ലാക്ക് സൈഡ് വെട്ടൽ നൈറ്റിനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട് ആക്രമിക്കുന്നു. എൻ്റെ നൈറ്റ് തന്നെ അടുത്ത നൈറ്റിനെ വെച്ചുള്ള ആക്രമണമാണ് പുള്ളിക്കാരനുള്ളത്. നൈറ്റിനെ വെച്ച് നമുക്ക് നൈറ്റ് നമ്മൾ നൈറ്റിനെ എവിടെ കണ്ടാലും എടുക്കും. നിങ്ങൾക്ക് ഈ മുൻ വീഡിയോയിൽ നിന്ന് മനസ്സിലാകും. മുൻ വീഡിയോകൾ ബ്രസീലിനെ വെച്ചൊരു കളിയുണ്ട്, പാകിസ്ഥാനെ വെച്ചൊരു കളിയുണ്ട്, പിന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സിനെ വെച്ച് കളിയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പേരായിട്ടുള്ള കളിയുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് പോയി കാണുക, സമയമുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. നമ്മളെ നൈറ്റിനെ വെട്ടി. അപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും, നൈറ്റിനെ വെട്ടി. അവൻ ഈ ഒരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇത് എൻ്റെ തനീതായ നീക്കം. ഈ നീക്കം അവൻ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല. പുള്ളിക്കാരെ നൈറ്റിനെ വെട്ടിയെടുത്തപ്പോൾ ഞാൻ കയറി മന്ത്രി അറ്റാക്ക് ചെയ്ത് വിചാരിച്ച് കാണത്തില്ല. ഞാൻ വിചാരിച്ചു മന്ത്രി ഇല്ലാതെ കളിച്ച് ജയിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. നമ്മളെപ്പോഴും മന്ത്രി ഉണ്ടാണ്ട് ജയിക്കുന്നത്, മന്ത്രി ഇല്ലാതെ ജയിക്കാൻ പറ്റുന്നത് ഒരു ചാലഞ്ചായിട്ട് എടുക്കും. നമ്മുടെ ഇംഗ്ലണ്ടുകാരനല്ലേ ഈസിനകത്ത് പുള്ളിക്കാരനും എടുത്തു 2 പേരുടെ മന്ത്രി. ശുഭം. ദെൻ ചേക്ക് ബിഷപ്പിനെ ഇറക്കി തടയും. അത് ആർക്കും അറിയാവുന്ന ഒരു മൂവ്മെന്റ് ആണ്. ഏത് കൊച്ചും ഇതേ ചെയ്യും. യെസ്, ബിഷപ്പിനെ ഇറക്കി തിരിച്ച് അറ്റാക്ക് ചെയ്തു, തടഞ്ഞു. ബിഷപ്പിനെ എടുത്ത് മാറ്റണോ അതോ പോയി അറ്റാക്ക് ചെയ്യണോ? എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് വെറുതെ വിട്ട് നോക്കാം. ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാമെങ്കിൽ എടുക്കാം. നൈറ്റ്സിന് അടുത്ത ചെക്ക് വിളിച്ചു. എനിക്കിവിടെ ഒരു പ്ലാൻ ഉണ്ട് കേട്ടോ. ആ പ്ലാൻ എന്തോ നിങ്ങൾക്ക് പറഞ്ഞുതരാം.